ഹലോ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചാറ് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് പുളിയിഞ്ചി. അപ്പോൾ അമ്മ അച്ഛനും നാട്ടിൽ പോണേറ്റും മുന്നേ അമ്മയെ കൊണ്ട് കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കിച്ച് സ്റ്റോക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മ ഈ പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ പുളിയിഞ്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്, മെയിനായിട്ടുള്ള സാധനങ്ങളാണിത്. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി അതുപോലെ നല്ല ഫൈനായിട്ട് അരിഞ്ഞതുണ്ട്. അതിനുശേഷം പിന്നെ വേണ്ടത് ഇഞ്ചി, ഇപ്പോൾ ഒരു വിരലിൻ്റെ അത്രയും വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 10 പച്ചമുളകും കൂടി അരിഞ്ഞത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടത്. എന്നിട്ട് ഒരു മീഡിയം സൈസ് പച്ചമാങ്ങയുടെ അത്രയും വലിപ്പമുള്ള പുളി, അപ്പോൾ അതും കൂടിയും കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ചൂടാവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയും ചേർക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു ഇടത്തരം തീയിൽ വെച്ചിട്ട് ഇത് മൂന്നും കൂടി നല്ല ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക. അതിപ്പോൾ പെട്ടെന്നത് അതിൻ്റെ നിറം മാറി പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു സ്പൂണ് മുളകിൻ്റെ പൊടിയും കൂടിയും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. അപ്പോൾ മുളകിൻ്റെ പൊടി ഒരു പച്ചമണം പോകണം. അപ്പോൾ അതുവരെ നന്നായിട്ട് വറുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് എള്ള്, ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ പുളിയിഞ്ചിക്ക് ടേസ്റ്റ് തരുന്നൊരു സാധനം. അത് ഒരു സ്പൂണ് എള്ള്, വറുത്ത എള്ളും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അത് വറുത്തതിന് ശേഷം ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അതേ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് അവിടെ തനിയായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പുളിയിഞ്ചിയുടെ പ്രോസസ്സിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ പുളി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. ഒരു മൺചട്ടിയിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അതിലേക്ക്. എൻ്റെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ വെള്ളം വറ്റി വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണം നമ്മളെ പുളിയുടെ പിഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ചേർക്കണം. അപ്പോൾ ഒരു 2 പീസ് ശർക്കര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ പുളിയുടെയും ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു പാകം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പുളി ഞാൻ എടുത്തത് നല്ല പുളിയുള്ള ഒരു പുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഇട്ട ശർക്കരയുടെ അത്രയും അളവ് അത്രയും പോരായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചില പുളിയൊക്കെ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ശർക്കരയുടെ അളവ് ഒന്ന് നോക്കിയിട്ട് ഇടുക. കാരണം ശർക്കര ഒരു മധുരം അത്ര ആ ഒരു പാകമായില്ലെങ്കിൽ പുളിയിഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ പുളി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ ശർക്കര ഇട്ടതും നന്നായിട്ട് അതിലേക്ക് നല്ല മിക്സായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാകം നോക്കുക. ഇനിയും നിങ്ങൾക്ക് ശർക്കര പോരാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇനി ശർക്കര ചേർക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക്
കിട്ടും. അപ്പോൾ ഈ സമയത്ത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എള്ളൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇനി നമ്മുടെ ആ പുളിയുടെ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടിയും ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം പോലെയാണ്. അതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കാവണം. അപ്പോൾ ആ ഒരു തിക്കായിട്ടുള്ള ഒരു പരുവം വരുന്ന വരെ ഒന്നും കൂടി നമ്മളത് തിളപ്പിച്ച് എടുക്കണം. ഇപ്പോൾ അതേ കണ്ടു കഴിഞ്ഞാൽ പുളിയിഞ്ചിയുടെ ആ ഒരു തിക്നെസ് ഇപ്പോൾ അതേ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് പുളിയിഞ്ചിക്ക്. ഈ ഒരു പാകം വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ചീഞ്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക്, കരിവേപ്പില, കടുക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് അതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എള്ള് ചേർത്തിട്ട് എല്ലാവരും ഒന്ന് പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു റെസിപ്പിയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.